നമസ്കാരം. ഇന്നലെ ആറ്റുകാൽ പൊങ്കാലയായിരുന്നല്ലോ. വിവിധ തരം വിഷ്വലുകൾ പല മാധ്യമപ്രവർത്തകരും നമുക്ക് മുന്നിലേക്ക് ഒപ്പിയെടുത്ത് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ചില വിലപ്പെട്ട ദൃശ്യങ്ങൾ, അതിനിടയിൽ ആരും മിസ്സാക്കരുതാത്ത, ഒരുപാട് ബുദ്ധിമുട്ടി പുറകെ നടന്ന് ചില ക്യാമറ മക്കൾ എടുത്ത ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് കാണണേ. എങ്ങനെയുണ്ട്? വളരെ നന്നായിരിക്കുന്നു അല്ലേ? ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ വൃത്തിയായിട്ട പണി ഇവിടെ ചെയ്യരുതെന്ന്. വൃത്തിയായിട്ട പണിയാ എടാ, ഇത് വളരെ വൃത്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യേണ്ട പണിയാ. ആറ്റുകാൽ പൊങ്കാല എന്താണെന്നറിയില്ല, പൊങ്കാല ഇടുന്നതിന് പിന്നിലെ വിശ്വാസം എന്താണെന്നറിയില്ല, ഇതിന്റെ ഐതിഹ്യങ്ങളെ കുറിച്ച് അറിയില്ല, ആ ദിവസത്തിന്റെ പ്രത്യേകത അറിയില്ല, പൊങ്കാല ഇടുന്നത് എന്തിനു വേണ്ടിയാണ് എന്നറിയില്ല. ഒരു വക അറിയില്ല. നമുക്ക് അന്നത്തെ ദിവസത്തെ പ്രത്യേക ഒരു ടെമ്പിൾ ലുക്കിൽ വന്ന് നമ്മുടെ പല പോസുകൾ നാട്ടുകാർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കണം. അതാണ് ഇവരുടെയൊക്കെ ഉദ്ദേശം. ഇവിടെ കിടക്കുന്ന ഡൂക്കിലീസായ നിങ്ങൾക്കൊന്നും ഇതുപോലുള്ള ഗ്രൂവിയായ ക്വസ്റ്റ്യൻസ് കണ്ടാൽ അറിയില്ല. ആ ഉദ്ദേശം സഫലമാക്കാൻ വേണ്ടി ഇവരുടെയൊക്കെ കീഴെ ചുവട്ടിൽ ചെന്ന് കിടക്കുന്ന ക്യാമറ മക്കളുണ്ടല്ലോ, അവർക്കൊരു പ്രത്യേക വന്ദനം. എടാ മക്കളെ, അതൊരു ക്ഷേത്രമാണ്. അവിടെ എത്തുന്നവർക്ക് മനസ്സിൽ പല ആഗ്രഹങ്ങളും സഫലമാക്കാനുണ്ടായിരിക്കും, ഒരുപാട് പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കും. ചിലർ എന്തെങ്കിലും ആഗ്രഹങ്ങൾ സഫലമാക്കി കൊടുത്തതിനുള്ള നന്ദിയായിരിക്കും അവിടെ പറയുന്നത്, കണ്ണുനീരായിരിക്കും, പുഞ്ചിരിയായിരിക്കും, സമാധാനമായിരിക്കും, സംതൃപ്തിയായിരിക്കും, ആശ്വാസമായിരിക്കും പലരുടെയും മുഖങ്ങളിലും മനസ്സിലുമൊക്കെ ആ സമയത്ത് നിറഞ്ഞു നിൽക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള വ്രതശുദ്ധിയോടുകൂടി മനഃശുദ്ധിയോടുകൂടി പ്രാർത്ഥനയ്ക്കായിട്ട് അമ്പലത്തിൻ്റെ പരിസരത്തും അമ്പലത്തിലും ഒക്കെ ആയിട്ട് വരുന്നവരുടെ കാര്യം ഞാനീ പറയുന്നത്. അല്ലാതെ പ്രദർശനത്തിനും പ്രഹസനത്തിനുമായിട്ട് വരുന്നവരുടെയും മൈലേജ്, റീൽസുകളിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള മൈലേജ് കൂട്ടാൻ വേണ്ടി വേഷം കെട്ടുന്ന അലവലാദികളുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്. സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. ഇവരുടെയൊക്കെ വിഷ്വൽ പിടിക്കാൻ മത്സരിച്ച് ചളിബ്രിറ്റികളാണ്. ഇവരുടെയൊക്കെ പുറകെ കൂടുന്ന അവരെ എന്ത് പറയണം? നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങൾക്ക് ഈ പുറകെ നടക്കുന്നവർക്ക്? നിങ്ങൾ കാര്യമറിയാതെ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? ഒരു തെറ്റിദ്ധാരണയുമില്ല. കാശിനു മുമ്പിൽ എനിക്ക് അമ്മ പെങ്ങന്മാരില്ല, സ്വന്തക്കാരില്ല, കൂട്ടുകാരില്ല. കാശാര് തരുന്നോ അവരോടൊപ്പം ഞാൻ. ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല. ചുമ്മാതെ അന്ന് കുറെ ആളുകൾ വരും, കുറെ ക്യാമറ നമുക്ക് നേരെ വരും. അതുകൊണ്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ പ്രദർശിപ്പിച്ച് നിന്ന മൈലേജ് കൂടുമെന്ന് കരുതി വരുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ ഈ ക്യാമറ മക്കൾക്ക് നാണമില്ലേ? വരട്ടെ, എന്തെങ്കിലും കാണാം.